നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3 വർഷത്തെ പരീക്ഷണം വിജയം കണ്ടു. റബ്ബർ തോട്ടങ്ങളിൽ മരുന്ന് തളിക്ക് ഇനി AI ഡ്രോൺ. റബ്ബർ തോട്ടങ്ങളിലേക്ക് AI മരുന്ന് തളിക്കൽ ഇനി AI ഡ്രോൺ വഴി നമുക്ക് ചെയ്യാവുന്നതാണ്. നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ റബ്ബർ തോട്ടങ്ങളിൽ പ്രയോജനപ്പെടുത്താൻ റബ്ബർ ബോർഡ്. തോട്ടങ്ങളിൽ മരുന്ന് തളിക്കാൻ മുൻപ് വ്യാപകമായി ഉപയോഗിച്ചിരുന്ന മൈക്രോൺ മെഷീനുകൾക്ക് പകരം AI ഡ്രോണുകൾ ഉപയോഗിക്കാൻ റബ്ബർ ബോർഡ് ഒരുങ്ങി. 3 വർഷത്തെ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ബോർഡിൻ്റെ നീക്കമെന്നും റബ്ബർ തോട്ടങ്ങളിൽ ഇത്തരമൊരു ഉദ്യമം ലോകത്താദ്യമാണെന്നും റബ്ബർ ബോർഡ് ഗവേഷണ കേന്ദ്രം പറഞ്ഞു. നേട്ടം ഇങ്ങനെ: വലിയ മരങ്ങളുടെ ഉയർന്ന ഇലച്ചില്ലകൾ 20 മുതൽ 30 മീറ്റർ ഉയരത്തിൽ മരുന്നടിക്കുന്നത് കർഷകർക്ക് വെല്ലുവിളിയായിരുന്നു. ഡ്രോൺ വഴി കുറഞ്ഞ ചെലവിലും കുറഞ്ഞ സമയത്തിലും കൂടുതൽ ഫലപ്രദമായി മരുന്ന് തളിക്കാം. പറക്കും 10, 25, 30, 40 ലിറ്റർ അളവുകളിൽ മരുന്ന് വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകൾ ലഭ്യമാണ്. ഒറ്റത്തവണ 25 മിനിറ്റ് വരെയും പറക്കും. 1 മണിക്കൂറിൽ 4 മുതൽ 6 ഹെക്ടർ വരെയും മരുന്ന് തളിക്കാം. 10 ലിറ്റർ മരുന്ന് തളിക്കാൻ 6-7 മിനിറ്റ് മതിയാകും. തോട്ടത്തിൻ്റെ വിസ്തൃതിയും അതിരുകളും നിശ്ചയിക്കാനുള്ള സംവിധാനവും ഉയരവും തടസ്സങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രത്യേക സെൻസറുകളും ഡ്രോണിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഡ്രോണുകൾ വാടകയ്ക്ക് ലഭിക്കും. ഡ്രോണുകൾ വാടകയ്ക്ക് വേണമെങ്കിൽ റബ്ബർ ബോർഡുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. ഈ ഡ്രോൺ വന്നത് വഴി കർഷകർക്ക് എന്തുകൊണ്ടും നേട്ടം തന്നെയാണ്. കാരണം നമുക്ക് അല്ലാതെ മരുന്ന് തളിക്കാൻ വളരെയേറെ പ്രയാസകരമായിരുന്നു. ഡ്രോൺ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ നിമിഷ നേരം കൊണ്ട് പണി കഴിയുകയും ചെയ്യും. നമ്മുടെ ഇലകൊഴിച്ചിൽ മാറി നമുക്ക് നല്ല ഉൽപ്പാദനം കൈവരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഒരു വെല്ലുവിളിയായിരുന്നു നമുക്ക് എങ്ങനെ സ്പ്രേ ചെയ്യാം, നമ്മുടെ ഇലകൊഴിച്ചിൽ എങ്ങനെ നിർത്താമെന്നുള്ളത്. അതിനൊരു പരിഹാരമായിരിക്കുകയാണ്. അപ്പോൾ കർഷകർക്ക് എന്തുകൊണ്ടും സന്തോഷിക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് ഈ കമൻറ്റായിട്ട് അറിയിക്കണം കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ മറ്റുള്ളവർ കൂടി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.